Hi dear students, this is Dr. Nitin Sebastian from DVMC Kottayam Academics. സോ നമ്മുടെ നീറ്റ് പി ജി കൗൺസിലിംഗ് ഒക്കെ വരാറായിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ. സാധാരണ യൂഷ്വലി നീറ്റ് പി ജി എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞ് സഫിഷ്യൻറ്റ് ടൈം ഉണ്ടാവാറുണ്ട് നമുക്ക് കൗൺസിലിങ്ങിന് മുമ്പായിട്ട്. നമുക്ക് ഏതൊക്കെ കോളേജസ് ആണ്, ഏതൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ചൂസ് ചെയ്യാനായിട്ട് സഫിഷ്യൻറ്റ് ടൈം നമുക്ക് സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എക്സാം പോസ്റ്റ്പോണ്ട് ആയതുകൊണ്ട് എല്ലാം ഷോർട്ട് നോട്ടീസിലാണ്. വി ആർ എക്സ്പെക്റ്റിംഗ് ദ കൗൺസിലിംഗ് ടു സ്റ്റാർട്ട് ഇൻ ദ നെക്സ്റ്റ് 10 to 15 days. അപ്പോൾ ഈ ഒരു ടൈമിനുള്ളിൽ നമുക്ക് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ നമ്മൾ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ നീറ്റ്ലി ഡൺ 5.0 എന്നുള്ള ഇവൻറ്റിൽ കൗൺസിലിങ്ങിന് നമ്മൾ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ചോയ്സ് ഫില്ലിംഗ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ലൈക്ക് സ്റ്റൈപ്പൻഡ് എവിടെയാണ് കൂടുതലുള്ളത്, ബോണ്ട് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ എങ്ങനെയൊക്കെയാണുള്ളത്, അതുപോലെ നമുക്കിപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പെനാൽറ്റി എന്തുമാത്രം കൊടുക്കേണ്ടി വരും, അത് ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആണ്. പിന്നെ ചില സ്പെഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പല സ്റ്റേറ്റുകളിലും അത് അഗെയിൻ ഡിഫറെൻ്റ് ആണ്. സോ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത്. ലൈക്ക് ജനറലി ആൾക്കാർക്ക് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഉണ്ട്, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരള സ്റ്റേറ്റ് കൗൺസിലിംഗ് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. പക്ഷെ അത് കൂടാതെ നമുക്ക് ഓപ്പൺ സ്റ്റേറ്റ്സ് ഉണ്ട്. ചില ഓപ്പൺ സ്റ്റേറ്റ്സിൽ നമുക്ക് അതിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അറ്റ് എ ടൈം നമുക്ക് ഒരു സ്റ്റേറ്റിൽ പ്രോപ്പർ സ്റ്റേറ്റ് കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതേ സമയത്ത് ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ MBBS പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിലും എന്ത് ചെയ്യാം, കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, കേരളത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമ്മുടെ റാങ്ക് കുറച്ച് പുറകോട്ടാണെങ്കിലും നമുക്കൊരു ക്ലിനിക്കൽ സീറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ആർ ദെയർ. ഓൾസോ ചില കോളേജസിൽ ബോണ്ട് ഉള്ളതാണ്, ബോണ്ട് ഇല്ലാത്ത കോളേജസ് ഉണ്ട്. അതുപോലെ സ്റ്റൈപ്പൻഡ് 50,000 താഴെ സ്റ്റൈപ്പൻഡ് ഉള്ള സ്റ്റേറ്റ്സ് ഉണ്ട്. ചില സ്റ്റേറ്റ്സിൽ 1 lakh സ്റ്റൈപ്പൻഡ് കിട്ടുന്നതായിരിക്കും. ഈവൻ ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി ഇല്ലാത്ത സ്റ്റേറ്റ്സ് ഉണ്ട്. ചില സ്റ്റേറ്റ്സിൽ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അപ് ടു 50 lakhs പെനാൽറ്റി ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസിഷനും നല്ലൊരു സീറ്റും എടുക്കാവുന്നതാണ്. ഈവൺ ഒരു 20,000 to 25,000 റാങ്ക് കിട്ടിയ ആൾക്കും ഡെഫിനറ്റ്ലി ഒരു ക്ലിനിക്കൽ സീറ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും, കൗൺസിലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒരു 35,000 to 40,000 റാങ്ക് കിട്ടിയ ആൾക്കാണെങ്കിൽ പോലും ഉറപ്പായിട്ടൊരു PG സീറ്റ് കിട്ടുന്നതാണ് കൗൺസിലിംഗ് പ്രോപ്പറായിട്ട് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. സോ നമ്മുടെ മെഗാ ഇവൻറ്റ് നീറ്റ്ലി ഡൺ 5.0 നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അറ്റ് ദ ഹാർട്ട് ഓഫ് കേരള, കൊച്ചിയിലാണ്. സോ ഇറ്റ് ഈസ് വെരി ആക്സസിബിൾ ഫോർ ഓൾ ദ പീപ്പിൾ ത്രൂ ഔട്ട് കേരള. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഇറ്റ് വിൽ ബി എ വർത്ത് ഇറ്റ് പ്രോഗ്രാം. ലൈക്ക് ഏറ്റവും സീനിയർ കൺസൾട്ടൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രോഗ്രാം എന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. ആൻഡ് ഓൾസോ കൗൺസിലിംഗ് പ്രോസസ്സ് നിങ്ങൾ ശരിക്കും അറിഞ്ഞ് പഠിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. ലൈക്ക് കുറേ കൺസൾട്ടൻസ് ഒക്കെ അവൈലബിൾ ആണ്, കരിയർ ഗൈഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിന് ചാർജ് അവർ മേടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അത് അവർക്ക് കൊടുത്ത് അങ്ങനെ ഫില്ല് ചെയ്യിക്കുന്നതിൽ ഒരു വലിയ റിസ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞ് കൗൺസിലിംഗ് പ്രോസസ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനെയും, കേരളത്തിലുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ഈ പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. See you on 8th. Also, we have arranged accommodation for around 100 students also who are coming from faraway places. So, if you are registering now, the accommodation is included in your package.